ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കരീന. IPL ആരംഭിക്കുകയാണ്. മാർച്ച് 28-ാം തീയതി നടക്കുന്ന ആദ്യ മത്സരത്തിൽ നിലവിലെ ജേതാക്കളായ RCBയുടെ എതിരാളികൾ SRH ആണ്. എല്ലാവരും ഇപ്പോൾ IPLന് വേണ്ടിയാണ് ഇനി കാത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ക്രിക്ക് ബസ് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതായത് IPL ട്രെയിനിങ്ങിൻ്റെ നിയമത്തിൽ ഒരു കാര്യമായ മാറ്റം ഇപ്പോൾ BCCI വരുത്തി കഴിഞ്ഞു എന്നാണ് ക്രിക്ക് ബസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു IPL ടീം ട്രെയിനിങ് നടത്തിയ അതേ പിച്ചിൽ തന്നെ എതിർ ടീമിനെ പരിശീലിക്കാൻ അനുവദിക്കില്ല എന്ന് BCCI നിർദ്ദേശിച്ചിട്ടുണ്ട്. അതായത് ഒരു ടീമിന് ശേഷം മറ്റൊരു ടീമാണ് ട്രെയിനിങ്ങിന് എത്തുന്നതെങ്കിൽ അവർക്കായി പുതിയ ഒരു നെറ്റ്സ് ഒരുക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. അതായത് പുതിയ ഒരു പിച്ച് ഒരു ടീമിന് വേണ്ടി ഒരുക്കണം. ഒരു ടീം പരിശീലനം നടത്തിയ അതേ പിച്ചിൽ തന്നെ എതിർ ടീമിനെ പരിശീലിപ്പിക്കാൻ അല്ലെങ്കിൽ ട്രെയിനിങ് നടത്താൻ അനുവദിക്കില്ല എന്ന ഒരു നിയമമാണ് BCCI കൊണ്ടുവന്നിട്ടുള്ളത്. രണ്ട് ടീമുകൾക്കും ഒരുപോലെ അഥവാ രണ്ട് ടീമുകൾക്കും പുതിയ ഒരു പിച്ച് നൽകേണ്ടതുണ്ട് എന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ BCCI നൽകിയിട്ടുള്ളത് എന്നാണ് ക്രിക്ക് ബസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ഇതിന് പിറകിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ട്. പ്രത്യേകിച്ച് തുല്യമായ ഒരു അവസരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ BCCIക്കുള്ളത്. അതായത് രണ്ട് ടീമുകൾക്കും ഒരുപോലെ തുല്യത ലഭിക്കുക, ഒരുപോലെയുള്ള പിച്ച് ലഭിക്കുക, അല്ലെങ്കിൽ ഒരുപോലെയുള്ള നെറ്റ്സ് ലഭിക്കുക എന്ന ഒരു കാരണത്താലാണ് ഇത്തരത്തിലുള്ള ഒരു നിയമത്തിലേക്ക് BCCI ഇപ്പോൾ മാറുന്നത്. മാത്രമല്ല പിച്ചിൻ്റെ ഒരു ക്വാളിറ്റി നിലനിർത്തുക എന്ന ലക്ഷ്യം കൂടി ഇതിന് പിറകിലുണ്ട്. കൂടാതെ താരങ്ങളുടെ സുരക്ഷ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ BCCI മാറുന്നത്. ഏതായാലും രണ്ട് ടീമുകൾക്കും ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിൽ തുല്യമായ അവസരം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ BCCIയുടെ ലക്ഷ്യം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമായി വീണ്ടും കാണാം.